ഫുട്ബോൾ കളി തുടങ്ങാറായപ്പോഴാണ് തേങ്ങയ്ക്ക് വിടാൻ കണ്ട സമയം. ഓ ഭാഗ്യം തുടങ്ങിയില്ല. അവിടെ ഇട്ടിരുന്ന കള്ളന്മാരെടുത്തോണ്ട് പോവും. ഒറ്റയ്ക്കല്ലേ താമസിക്കണ്ട. കള്ളന്മാർ വല്ല മുറിക്കകത്ത് വല്ലതും കയറിയാ അങ്ങോട്ടും വല്ലതും ഉണ്ടോ? ഇല്ല. ഇങ്ങോട്ടുണ്ടോ? അവിടെ ഇല്ല. ചില കള്ളന്മാർ പതുങ്ങിയിരുന്ന് കളയും. അവിടെ ഇല്ല. കട്ടുപുറത്ത് കയറി ഇരിപ്പുണ്ടോ? ഭാഗ്യം ഒറ്റയ്ക്കുള്ളോണ്ട് പേടിച്ച് ജീവിച്ചല്ലേ പറ്റൂ. ഇനി തുടങ്ങിയ ഓ ഓ സാമിന മിന ഹേ ഹേ വക്ക വക്ക ഹേ ഹേ സാമിന മിന സാമിന മിന. രഘു അവനൊരു വീട്ടില് ഷാമിയാനെ പന്തൽ കൊണ്ട് കെട്ടിയാ? ഷാമിന മിന. ഞാൻ ബ്രസീലിന്റെ കട്ട ഫാനാണ്. ബ്രസീലിനെ ജയിച്ചാൽ മതി ദൈവമേ. ഓ കളി തുടങ്ങി കണ്ടോണ്ടിരിക്കാം. ആഹാരം ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നില്ലല്ലോ. ഇവനൊക്കെ ഒരു ഉത്തരാഖണ്ഡ ഉത്തരവാദിത്വം ഇല്ല. മാമ മറ്റേ ഇത് ഡെലിവറിയാ? ആഹാരം കൊണ്ടുവന്നതാ? എത്ര നേരം ഓർഡർ ചെയ്തിട്ട്? അത് എനിക്ക് ലൂസ് മോഷൻ ആയിരുന്നു. ഒന്ന് നേരത്തെ വന്നുകൂടാ? ലൂസ് മോഷൻ സ്ലോ മോഷൻ ആക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. നേരത്തെ വന്നു. സാധാരണ ഈ ഫുഡ് ഡെലിവറിക്ക് പറഞ്ഞ ഒരു യൂണിഫോം ഒക്കെ ഉണ്ടല്ലോ, നിനക്ക് യൂണിഫോം ഒന്നും ഇല്ലേ? യൂണിഫോം ആകെ ഒരു യൂണിഫോമേ ഉള്ളായിരുന്നു. അത് പാറ്റ കറണ്ട് കീറി കളഞ്ഞു. എടേ പാറ്റയ്ക്കുള്ള സ്പ്രേ വാങ്ങിച്ചു വെക്കണം. ഞാൻ പാറ്റയ്ക്ക് സ്പ്രേ മേടിച്ചു കൊടുത്തിട്ടാണോ നാളെ സോപ്പും പൗഡറും തിരക്കി എന്റെ വീട്ടിൽ. ഞാൻ തന്നെ മേടിച്ചോണ്ടാണ് നടക്കുന്നത്. മണക്കായി കഷ്ടം തന്നെ. ആഹാരം എടുത്ത് വെക്ക്. ആഹാരം ഒക്കെ ഉണ്ട്. ഓർഡർ ചെയ്ത ആഹാരം കിട്ടിയല്ലുണ്ടല്ലോ. അയ്യോ മാമ ഓർഡർ ചെയ്ത ആ സാധനം അവിടെ ഇല്ല കേട്ടാ. മറ്റേ ഹംസല്ല പിസ്സ. അതില്ല. പിന്നെ എന്നാ കൊണ്ടുവന്നത്? പൊറോട്ടയും ചിക്കനും. ഓ ചിക്കനൊക്കെ എന്തിനടേ? ഞാൻ ഈ പ്രായത്തിലൊക്കെ ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ ശരിയാവൂല. നിന്റെ ഹോട്ടലിന്റെ ഫ്രണ്ടിൽ വെള്ളക്കാശരത്തിൽ എഴുതി വെച്ചിരുന്നല്ലോ ഞണ്ടും കൊഞ്ചൊന്നു. ഉമ്മാതെയാണ് ഞണ്ടും നമ്മുടെ അടുത്ത് കൊഞ്ചൊന്നുമില്ല, അത് ഇറുക്കും. എവിടെ നടാ വരുന്നത്? നിന്റെ ഈ ഉടുപ്പിനെന്താ ഫ്രണ്ടിൽ എഴുതി റൗണ്ട് ആയിട്ടിട്ടേ? യൂണിഫോം ഇല്ലല്ലേ? ഞാൻ എന്റെ പേരെഴുതി പേരിന്റെ ആദ്യത്തെ അക്ഷരം അമ്പിളിക്കുട്ടിയെ. അമ്പിളിക്കുട്ടൻ. അതിനൊന്ന് റൗണ്ടിനകത്ത് ആയിട്ടേക്കണത്. ഇല്ലെങ്കിൽ ഇറങ്ങി ഓടിക്കളയും. ഈ റൗണ്ടിനകത്ത് ആയിട്ട് അർത്ഥം വേറെയാണ്. എന്തോന്ന്? അഡൽട്സ് ഉള്ളി എന്നാണ്. ഞാൻ അഡൽട്ടാണ്, പ്രായപൂർത്തിയാണ്. ഞാൻ മാത്രമാണ് ഇതിന്റെ ഡെലിവറി ബോയ്. ആരെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ? എടാ ഇതൊന്നും കഴിക്കാൻ കൊള്ളൂല കേട്ടോ. ഈ ആഹാരം ഒന്നും കഴിക്കാൻ കൊള്ളൂല. അതെന്ത്? എടാ സത്യം പറഞ്ഞ ചിക്കനൊക്കെ നമ്മൾ ഈ പ്രായത്തിൽ കഴിച്ചാൽ ശരിയാവൂല. അതിനൊക്കെ പണ്ട് ഞാനും എന്റെ കൂട്ടുകാർ കാട്ടില് മെഴുവായിരുന്നു. പറയുന്ന ഫ്ലോറിൽ കിടന്ന് അടിച്ചു പൊളിക്കുകയാണ്. എടാ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഇറച്ചിയാന്നറിയാം? മുള്ളമ്പന്നിയുടെ ഇറച്ചി. പക്ഷെ ഇപ്പൊ പിടിക്കാൻ പറ്റൂല, കേസാവും. മുള്ളമ്പന്നിക്ക് വംശനാശം സംഭവിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വംശനാശം സംഭവിക്കാതിരിക്കും? ഈ മുള്ളമ്പന്നിക്ക് അതിന്റെ ഭാര്യ ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറ്റുമോ? മുള്ളല്ലേ? കൊള്ളാം നല്ല കൊള്ളാം. എടാ നിന്നെ എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോടേ. അമ്പിളിക്കുട്ടി അവിടെ അടുത്തുള്ളയാ. എടാ ചുമ്മാ അല്ല പരിചയം. അർജന്റീന ഗോളടിച്ച്. അർജന്റീന മെസ്സിക്ക് ജയ്. ഞാൻ അർജന്റീനയുടെ ഫാനാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറണം. നിനക്ക് ഫുട്ബോളിനെ കുറിച്ച് അറിഞ്ഞൂടാത്തോണ്ടാണ്. എനിക്കാ കൊള്ളാം. ഞങ്ങൾ അവിടുത്തെ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ ഞാനായിരുന്നു. നീ ഫിറ്റായിരുന്നാ? ഇല്ലില്ല, തലേന്ന് അടിച്ചതിന്റെ ചെറിയ ഹാങ് ഓവർ മത്സരത്തിന്റെ നടിക്കാൻ സമ്മതിക്കില്ല. എടാ ഒരു ക്യാപ്റ്റൻ നീ ശാരീരിക ക്ഷമത ഫിറ്റായിരുന്നാന്ന്? എനിക്കാ എന്റെ മസിലൊക്കെ ഉണ്ടല്ലോ. മസിൽ പിടിച്ചപ്പോ തല ഇറങ്ങുന്നു. എടാ അവിടെ കഴിഞ്ഞ ആഴ്ച ഒരു ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു. അതിനകത്ത് നീ ഉണ്ടായിരുന്നു? ഞാൻ കണ്ടായിരുന്നു. എല്ലാ നിന്റെ ടീമിലുള്ള ആൾക്കാരും ബോളിന്റെ പിറകെ ഓടുന്നു. നീ മാത്രം അവിടെ ഐസ്ക്രീം കുടിച്ചോണ്ട് ഓടുന്നല്ലടാ? കുടിച്ചോണ്ട് ഓടിയൊന്നുമില്ല, ആളുടെ പിറകെ ഓടിയിട്ട് വായിക്കൂടെ നൊരയും പതയും വന്നെയാണ്. അങ്ങനെയാണ് കാര്യങ്ങൾ കേട്ടിട്ട്. എടാ പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും പോയി കളിച്ചിട്ടുണ്ടോ? കഥ പറഞ്ഞു വരികയാണെങ്കിൽ കഥയായിട്ട് പറയരുത്, വലിച്ചു നീട്ടാൻ പറ്റൂല. ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളുടെ ടീമിന് അർജന്റീനയായിട്ട് കളിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അർജന്റീനയായിട്ടാ? അയ്യോ അർജന്റീനയായിട്ടാണ് കളിയെങ്കിൽ നല്ല ഉഗ്രം കളിയായിരിക്കുമല്ലോ. അവർക്കത് കളി, ഞങ്ങൾക്കാണ് പാട്. എങ്ങനെയാണ് വിശേഷം പറ. വിശേഷം ഞങ്ങൾ ഇവിടുന്ന് ഞാൻ ക്യാപ്റ്റൻ ഞാൻ ഉൾപ്പെടെ ഒരു 11 പേര് അങ്ങോട്ട് പോയി. 11 പേര് ഗ്രൗണ്ടിൽ ഇറങ്ങിയതും ഒരു 3-4 പേരെ കാണാനില്ല. എവിടെ പോയി? ഈ മെസ്സിയെ കണ്ടപ്പോ 3 തല ഇറങ്ങി വീണു. പിന്നെ ക്യാപ്റ്റനും ഇല്ലായിരുന്നു. ഞാനാണ് ആദ്യം തല ഇറങ്ങി ഞാനും വീണു. പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി അവര് കറങ്ങി വീണപ്പോ ഞാൻ നീണ്ടാ വീണത്. ഗോളെന്ന് വെച്ചാ പിന്നെ 2 ഗോൾ അടിച്ചു. 2 ഗോൾ അടിച്ചു? നിങ്ങൾ 2 ഗോൾ അടിച്ചല്ല. ഞങ്ങളല്ല, അവരാണ് അടിച്ചത് 2 ഗോള്. ജയിച്ചത് അവര്.
നിങ്ങൾ എത്ര ഗോളുകൾക്കാണ് തോറ്റത്? ഞങ്ങള് 2 ഗോളിന്. ഞാൻ അങ്ങനെ അല്ലല്ലോ കേട്ടത്. 2 ഗോൾ വരെ ഞാൻ എണ്ണി, പിന്നെ എണ്ണാൻ പറ്റില്ല, ചറപറാടിയായിരുന്നു. അപ്പൊ നിങ്ങൾ ഒരു ഗോൾ പോലും അടിച്ചില്ല. ആര് പറഞ്ഞു? എന്റെ കൂടെ മിടുക്കനായ ഒരുത്തനുണ്ടായിരുന്നു, അവനങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറില്ലായിരുന്നു. അവ 2 ഗോൾ അടിച്ച്. 2 ഗോൾ അടിച്ചു. 2 ഗോളെങ്കിലും അടിച്ചല്ലോ. പക്ഷെ അടിച്ചത് നമ്മളെ പോസ്റ്റ് തന്നെയാ. അതെന്തിനാണ് അങ്ങനെ ചെയ്തത്? ഈ ബാള് ഹെഡ് ചെയ്തപ്പോ അവൻ മൈൻഡ് ഔട്ട് ആയി പോയി. ആഹാരം കഴിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ ചായ പറഞ്ഞിരുന്നു. ചായ പറഞ്ഞിരുന്നു. അതെ, വിത്തൗട്ട് ചായയാണ് ഏതാ പറഞ്ഞേ? വിത്തൗട്ടാണ് എനിക്ക് വേണ്ടത്. ഞാൻ കേട്ടെ, എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, കേട്ട എന്റെ കുറ്റമായിരുന്നു. കുഴപ്പമില്ല, ഞാൻ 2 കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ബോട്ടില്ല വിത്തൗട്ട് ചായ മധുരം ഇട്ടത്. അടിയിൽ മധുരം ഇട്ടത്, മേളിൽ വിത്തൗട്ട്. പിന്നെ എവിടെ നിന്നാ കൊണ്ടുവന്നത്? എന്റെ വീട്ടിൽ നിന്ന് പാഴ്സലായിരിക്കും. എടാ ആപ്പിളെങ്കിലും ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന. ആപ്പിളെങ്കിലും കഴിച്ചിട്ട് കിടക്കാം, അല്ലാതെ ഇറക്കാൻ പോ. ഒരു സൈഡ് കടിച്ചു വെച്ചേക്കുന്നത്. നിങ്ങൾ ഇത് ഏത് ഫോണിൽ നിന്നാണ് ഇത് ബുക്ക് ചെയ്തത്? എന്റെ മക്കള് കാനഡയിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ ഐഫോൺ ആപ്പിൾ. അതിന്റെ ആപ്പിളിനകത്ത് പകുതി ഇല്ലല്ലോ. ഇല്ല. അങ്ങനെ ബുക്ക് ചെയ്യുമ്പോ അങ്ങനെ കിട്ടുള്ളൂ, പകുതി ഇല്ല. എവിടെ പോയി ആപ്പിളെ കടിച്ചു വെച്ചിട്ട് കൊണ്ടുവന്നേക്കുന്നു. ആഹാരം കഴിക്കാൻ പറ്റില്ല, എല്ലാം തണുത്തു പോയി. നോക്കിയാണ് ഈ തണുത്ത ആഹാരമാണ് ഞാൻ കഴിക്കുന്നത്. അന്ന് ചൂടാക്കിയാ പോലെ. ഇവിടെ ചൂടാക്കാൻ ആരുമില്ല, ഗ്യാസും ഇല്ല. എനിക്ക് തണുത്ത ആഹാരം കഴിച്ചുകൂടാ. ഇപ്പൊ ചൂടായിട്ട് എന്ത് കിട്ടും? നമ്മൾ ചെറുതായിട്ടൊന്ന് ലാഗ് ചെയ്ത് കളിച്ചാൽ മതി, ചൂടായിട്ട് ഡയറക്ടർ അനുസാറിന് കിട്ടും. പുള്ളി ആഹാരമൊക്കെ ഉണ്ടാക്കുമോ? പിന്നെ ഫ്രൈയുടെ ഉസ്താദാണ്. സ്കിറ്റങ്ങാനും പൊളിയണം, പൊരിക്കും പുള്ളി. അവിടെയൊക്കെ നീ ആഹാരം കൊടുക്കാൻ പോവോടെ? ഞാനല്ലേ അവിടെ ഫുഡൊക്കെ സപ്ലൈ ചെയ്യുന്നത്. അത് ശരി. അവിടെ വേറൊരു പ്രശ്നമുണ്ട്, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. നമ്മള് ചേച്ചിയില്ലേ, ചേച്ചിക്ക് പാൽപ്പായസമാണ് ഇഷ്ടം. അതെന്താ അങ്ങനെ? പാല് പോലല്ലേ ഇരിക്കുന്നത്, പാൽപ്പായസത്തിന്റെ മനസ്സും പാവം. അവിടെ ചാടിത്തുള്ളി അടക്കൂടെ ഒരു അവതാരിക പഠിക്കാൻ. ആ കുട്ടി എന്താണ് കഴിക്കണത്? നമുക്ക് ഇഷ്ടം ജമ്പിങ് പ്രോൺസ്. അതേ കഴിക്കുക. നമ്മളെ ശ്രീവിദ്യ മുല്ലശ്ശേരി ബിരിയാണിയേ തിന്നു. എപ്പോഴും ബിരിയാണി തിന്നു. എന്താണെന്നറിയാം, അവക്ക് ഇരുന്ന് ഉറങ്ങണം, അതിനാണ്. ഒരുപാട് കണ്ടിട്ടുണ്ട്. ആ കൊച്ചെപ്പോഴും കണ്ണു തുറന്നേണ്ടിരിക്കണം. അയ്യോ, കണ്ണ് തുറന്നിരിക്കല്ല, ഇരുന്ന് ഉറങ്ങയാണ്. ആൾക്കാർ ഇവിടുന്ന് 2 തങ്കി പിന്നെ നമ്മളെ ആലീസ് ഇല്ലേ, ആലീസ് ഡയറ്റ് ആണ്. നല്ല കുട്ടി, തടി കുറയ്ക്കാൻ വേണ്ടി. പക്ഷെ ദിവസം ഉച്ചയ്ക്ക് ഒരു ഫുൾ കുഴിമന്തി. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ തന്നെ, ശരീരം വലിയ വേണം, മൂക്കൂട്ട തിന്നാൻ വേണം. പിന്നെ നമ്മളെ കൊച്ചകിലിന് ഏറ്റവും ഇഷ്ടം പഴകഞ്ഞിയാണ്. അവ അടിക്കുന്ന കൗണ്ടറും പഴയതാണ്, അവന്റെ സ്വഭാവം മാറത്തില്ല, പഴയത് തന്നെ. അവ അങ്ങനെയാണ്, പഴങ്കഞ്ഞി മതി അവന്. അർജുൻ എന്താണ് ഇഷ്ടം? അർജുൻ ഇഷ്ടം അമ്പുമില്ല. അർജുൻ സത്യം പറയാൻ വെറും പാവമാണ്, ഒരു ആവശ്യവും. നമ്മൾ ഇന്നത് വേണമെന്ന് പറയുന്നില്ല, ഉണ്ടാതിരിക്കും. അടുത്തിരിക്കുന്ന ആരെങ്കിലും കൈയിട്ട് വരെ തിന്നുകയും ചെയ്യും. അങ്ങനെയാണ് അവരെ ഭക്ഷണ രീതി. അങ്ങനെയാണ് അവരുടെ രീതി. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ബ്രസീലാണ് അർജന്റീനയാണ്? അതെനിക്ക് ഇപ്പോഴും സ്ഥിരമായിട്ടില്ല. എങ്ങനെ ഞാൻ എവിടെ നിൽക്കും? അവരുടെ കൂടെ നിൽക്കും. പറയുമ്പോൾ നീ അവിടെയൊക്കെ പോയി കളിച്ചെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന പലർക്കും അറിയാൻ താല്പര്യമുണ്ട്. ഏറ്റവും പെട്ടെന്ന് ഗോൾ അടിക്കാനുള്ള ട്രിക്ക് എന്താണ്? ഏറ്റവും പെട്ടെന്ന് ഗോൾ അടിക്കാൻ നമ്മളെ പോലുള്ളവർക്ക് ഒരു ട്രിക്ക് ഉണ്ട്. രാവിലെ 3 മണിക്ക് നമ്മൾ അലാറം വെച്ച് ഉറക്കം എണീക്കണം. എന്നിട്ട് നേരെ ബാളോട്ട് ഗ്രൗണ്ടിലോട്ട് പോകണം. ആ സമയത്ത് അവിടെ ഒരു പട്ടിക്കുഞ്ഞു പോലും കാണത്തില്ല, ഗോൾ കീപ്പറും ഇല്ല. എടുത്ത് വെക്കുക, തുരു ആവശ്യമുള്ള അടിക്കുക, സന്തോഷത്തോടെ വീട്ടിൽ ഒന്ന് മൂടി പോയി ചേർന്ന് ഉറങ്ങുക. അതാണ് പറ്റിയത്. ഫ്രീ കിക്ക്, അർജന്റീനയുടെ ഫ്രീ കിക്ക്. ഈ ഫ്രീ കിക്ക് എന്താണ്? ഫ്രീ കിക്ക് എന്ന് പറഞ്ഞാൽ ചില കിക്കിന് മെസ്സി ചിലപ്പോ കൗണ്ടറിൽ 50 രൂപ അടക്കേണ്ടി വരും. ഫ്രീ ആയിട്ട് കിട്ടുന്ന കിക്ക്, അതാണ് ഫ്രീ കിക്ക്. നമ്മളെ കുടുംബമായിട്ട് അങ്ങനെ ഫുട്ബോളാ. പറയുമ്പോൾ പണ്ട് നിന്റെ അച്ഛൻ അപ്പുക്കുട്ടൻ, ഇപ്പോഴും എന്റെ അച്ഛൻ അപ്പുക്കുട്ടൻ തന്നെ. അവന് വേറെ ജോലിയൊന്നും ഇല്ലായിരുന്നല്ലോ. അയ്യോ, ഇല്ലായിരുന്നു, ഇപ്പം ജോലിയായി. എന്റെ അടുത്ത് വലിയ കാര്യമാണ്. നിന്റെ അടുത്താ? എന്റെ അടുത്ത് ഇപ്പൊ ഭയങ്കര പിണക്കമാണ്. അതെന്ത് കാര്യം? പിന്നെ എന്നെ എടുത്ത് അടിക്കുകയൊക്കെ ചെയ്ത് ഇടയ്ക്ക്. അതിപ്പം അച്ഛന് ബിവറേജിൽ ബില്ലടിയല്ലേ, എനിക്കൊരു സാധനം എടുത്ത് കുടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. എന്ത് കയറാൻ പറ്റുമോ? അച്ഛൻ ഇരിക്കല്ലേ, ഞാൻ ഒരു ടെക്നിക്ക് ചെയ്ത് ഞാൻ വേഷം മാറി മറ്റേ വിഗൊക്കെ എടുത്ത് വെച്ച് ഇവിടെ ഒരു പാലുണ്ണിയൊക്കെ വെച്ച് കൃതാപൊക്കെ വരച്ച് മീശയൊക്കെ വരച്ചിട്ട് നേരെ ചെന്നു. ഒറ്റ മനുഷ്യൻ തിരിച്ചറിഞ്ഞില്ലല്ലോ. വേറെ രീതിയിലല്ലേ പോണത്. നേരെ എന്നിട്ട് പറഞ്ഞു അച്ഛൻ ഒരു പൈൻ്റെന്ന് ഓട്ടം കൂടെ കൈയിട്ട് ഇങ്ങനെ പിടിയാക്കി ഇല്ലി പിടിച്ചൊരടി. നിന്റെ കൊച്ചിച്ച ഓമനക്കുട്ടനാ? കൊച്ചച്ഛന്റെ കാര്യമൊന്നും പറയാതിരിക്കാൻ നല്ലത്. എന്തെങ്കിലും പറ്റിയാടാ? പറ്റിയില്ല. പിന്നെന്ത്? കൊച്ചച്ഛന് പറ്റിയ കൗണ്ടറൊന്നുമില്ല, ചുമ്മാ പുഴുകുന്ന
ശരി, നീ എന്താടാ കല്യാണം കഴിക്കാത്ത? കല്യാണം കഴിക്കണം. കഴിക്കണം. വീട്ടില് പെണ്ണുങ്ങളൊന്നും ഇല്ല കേട്ടോ. എന്റെ ചേട്ടൻ കല്യാണം കഴിച്ചതാ? ആ ചേട്ടൻ കല്യാണം കഴിച്ച ഡൈവോഴ്സ് ആയി. അയ്യോ, 2 മാസം അവർ ഒരുമിച്ച് താമസിച്ചോളൂ. ചേട്ടത്തി പിണങ്ങി പോയി. അങ്ങനെ ഡൈവോഴ്സ് കേസ് കൊടുത്തു. അപ്പൊ ഒരു കൗൺസിലറിനെ വിളിക്കുമല്ലോ. കൗൺസിലിംഗ് അതിന് വിളിക്കുമല്ലോ. അപ്പൊ ചേട്ടന്റെ അടുത്ത് പോയി ചേട്ടത്തിയായിട്ട് സംസാരിക്കാൻ പറഞ്ഞു. ഒത്തുതീർപ്പ് ചർച്ച. അങ്ങനെ ഇപ്പൊ 6 മക്കളുണ്ട് അവർക്ക്. ഡൈവോഴ്സ് കേസ് കൊടുത്തേക്കല്ലേ? ഒത്തുതീർപ്പ് ചർച്ചയ്ക്ക് പോയി. 6 മക്കൾ അങ്ങനെ. അതെന്ന് വെച്ചാ ചേട്ടത്തിന്റെ വീട് ഈ റെയിൽവേ ട്രാക്കിന്റെ സൈഡിലാണ്. ഈ ചേട്ടൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ട്രെയിൻ വരും. ആദ്യം വന്നതൊരു മെമു ട്രെയിനാണ്. അത് പതുക്കെയല്ലേ പോവൂ. അങ്ങനെ സംസാരിച്ച് ചേട്ടായിരുന്നു. ഒറ്റ പ്രസവത്തിൽ 3 മക്കള്. പിന്നെ ബാക്കിയുള്ളത് പിന്നെയും പറഞ്ഞു ചേട്ടത്തിയായിട്ട് പോയി സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടൻ സംസാരിച്ചോണ്ടിരുന്നു. അപ്പൊ വന്നത് ട്രിവാൻഡ്രം എക്സ്പ്രസ്. അത് പലയിടത്തും പിടിച്ചിട്ടല്ലേ പോവൂ. അതും പതുക്കെ പോവുള്ളൂ. അങ്ങനെ സംസാരിച്ചിരുന്ന് ഇരട്ട പിള്ളേര്. അതാണ് മഞ്ജു ചിഞ്ചു. അതന്നെ ആ മഞ്ജു. അങ്ങനെ 5 എണ്ണമായി. ഓ അത് ശരി. അപ്പൊ പിന്നെ ലാസ്റ്റ് കൊച്ചെന്ന് പറഞ്ഞാൽ ചേട്ടൻ അവസാനമായിട്ട് സംസാരിക്കാൻ പോയിരുന്ന് അവസാനം വന്നത് ഒരു കൊച്ചാണ്. ഒരു കൊച്ചു. അല്ല, അപ്പോഴാണ് ഈ വന്ദേ ഭാരത് ഇറങ്ങിയത്. പെട്ടെന്ന് അങ്ങ് പോവുമല്ലോ. ഭയങ്കര പ്രശ്നങ്ങൾ. അങ്ങനെ ഞാൻ ജോത്സ്യനെ പോയി കണ്ടു. പാട്ട് പാടുന്ന ആട്ടോടെന്ന് പറഞ്ഞോ മുറുകാൻ ചവയ്ക്കും. ഓരോരോ ഗായികമാർക്ക് ഓരോരോ ആറ്റിറ്റ്യൂഡ് അല്ലേ? നിങ്ങൾ എന്തോ നീ പറയുന്നേ? ഈ പാട്ട് പാടുന്ന ജോത്സ്യനല്ലേ മുറുകാൻ ചവയ്ക്കും? രണ്ടുപേരും ഇരട്ട പറ്റിയാണോ? മാമ എന്റെ കുടുംബത്തിൽ ജനിക്കേണ്ടതായിരുന്നു കേട്ടോ. നമുക്ക് 2 കൂടെ ഒരുമിച്ച് അടിച്ച് പൊളിക്കായിരുന്നു. അങ്ങനെ പറഞ്ഞു. നിങ്ങളെ വീടിൽ ഒരുപാട് ദോഷങ്ങളൊക്കെ ഉണ്ട്. 2 നാൽക്കാലികളെ മേടിച്ച് വളർത്തണമെന്ന്. എന്റെ പൈസ ഇരിക്കുന്ന 2 നാൽക്കാലികളെ മേടിച്ച് വളർത്താൻ ജോത്സ്യം പറഞ്ഞെങ്കിൽ അങ്ങനെ ചെയ്യണം. ഞാൻ തപ്പി കിടന്ന്. അപ്പൊ ഞാൻ നോക്കിയോണ കഥവിന്റെ ഒരു 8 കാലി ഇരിക്കുന്നു. ഞാൻ എടുത്ത് കുപ്പിയിലിട്ട് വളർത്തി. അപ്പൊ 2 നാൽക്കാലി ആയില്ലേ? 8 കാലിയായി. ബുദ്ധി വേണം. അതാണ്. ശരിയാണ്. അല്ല, നിങ്ങൾ അർജന്റീനയാണോ അത് ബ്രസീലാണോ? ആദ്യമേ പറഞ്ഞില്ല, സ്ഥിരപ്പെടുത്തിയിട്ടില്ല. ആര് ജയിക്കും അവരെ കൂടെ. ഒരു വെള്ളത്തിൽ കാലഘട്ടം ഒരു നെടുവേ കീറിപ്പോ. ഇതാണ് പണ്ടുള്ളവർ പറയുന്നത്. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ തുപ്പും. കഴിച്ചാ പിന്നെ തുപ്പൂല. ഇത് കളി സമനിലയിലായല്ലേ? ഹെഡ് ചെയ്താണ് ഗോളാക്കിയത്. ഇതെങ്ങനെയാണ് ഇത് പഠിക്കണത്? അതൊക്കെ പഠിക്കാൻ നമുക്ക് ഹെഡ് ചെയ്ത് നമുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹെഡ് ചെയ്യണത്. പറഞ്ഞേ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഹെഡ് ചെയ്യണത്? ബാളുണ്ടോ? ബാളൊന്നും ഇല്ലടേ. ബാളില്ല. ഇങ്ങോട്ട് മാറിയില്ല. നാളെ ഒരെണ്ണം വാങ്ങിക്കാം. ഒരു ബാള് സംഘടിപ്പിച്ച് ഇങ്ങോട്ട് ഇട്ടേ കാണിക്കാം. ഞാൻ അങ്ങോട്ട് പൊക്കിയിടണം. അതാണ് ഹെഡ്. ഒന്നൂടെ എനിക്ക് പഠിക്കണം. എനിക്കൂടെ കാണിക്കാം. ബാലില്ലല്ലോ. ഞാനിപ്പോ എന്തോന്ന് എടുക്കണം. എന്തെങ്കിലും പഠിക്കണം. എങ്ങനെയുണ്ട്? ഇത്രേ ഉള്ളു. എങ്ങനെയുണ്ട് സംഭവം? ഇത്ര അല്ല. കമ്പനി പട്ടാളം കൊട്ടാരം വളഞ്ഞു കഴിഞ്ഞു. കുക്കൻ വായും തുറന്ന് നിൽക്കാതെ പെട്ടെന്ന് നമുക്ക് യുദ്ധം ചെയ്യാം. സംഭവം പാളി കേട്ടാ. ഇനിയിപ്പോ ക്ലൈമാക്സ് എടുക്കാൻ എന്തോ ചെയ്യും? ഒരു ഐഡിയ ഉണ്ട്. അമ്പളിക്കുട്ട അതെ ക്ലൈമാക്സ് പഞ്ചടിച്ചു കൊടുക്കും.